നമസ്കാരം. 20th അവറാണ് നിഗൂഢതകൾ 20-ാം മണിക്കൂർ. സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ നമ്മൾ പലകുറി കാണാറുണ്ട്. എല്ലാം വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല. ഒരു പെൺകുട്ടിയുടെ ജീവനെടുത്ത ഒരു വീഡിയോ, അതും ആ ഉപദേശം അതേപോലെ വിശ്വസിച്ചതിനാണ്. ആ വാർത്തയിലേക്കാണ് ആദ്യം എത്തുന്നത്. സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ മുറിവൈദ്യന്മാരെ വിശ്വസിക്കരുത്. വണ്ണം കുറയ്ക്കാൻ യൂട്യൂബിൽ കണ്ട മരുന്ന് കഴിച്ച 19-കാരിക്ക് ദാരുണാന്ത്യം. തമിഴ്നാട്ടിലെ മധുരയിലാണ് ഈ സംഭവം നടക്കുന്നത്. മധുര മീനമ്പൽപുരത്തെ കലയരസി എന്ന കോളേജ് വിദ്യാർത്ഥിനി. അവൾക്ക് 19 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഈ നരമേട്ടിലുള്ള കോളേജിലെ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് അവൾ. വേൽമുരുകൻ വിജയലക്ഷ്മി ദമ്പതികളുടെ മകൾ. ശരീരഭാരം കുറയ്ക്കാൻ ബോറാക്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഒരുതരം കാരമാണ്, വെങ്കാരം എന്ന് പറയും. ഈ വെങ്കാരം കഴിക്കണം എന്നുള്ളതായിരുന്നു ഒരു യൂട്യൂബ് വീഡിയോ. അതുപ്രകാരമാണ് ആ പെൺകുട്ടി ആ വെങ്കാരം വാങ്ങിക്കഴിച്ചത്. ജനുവരി 16-ാം തീയതിയാണ് കലയരസി കടയിൽ പോയി ഈ വെങ്കാരം വാങ്ങുന്നത്. യൂട്യൂബ് വീഡിയോയിൽ കണ്ടത് അതേപോലെ അനുസരിക്കുകയായിരുന്നു ആ പാവം. അങ്ങനെ പരീക്ഷണം നടത്തി. ആ യൂട്യൂബ് വീഡിയോയിൽ കണ്ട ദൃശ്യം ഉൾപ്പെടെ പെൺകുട്ടിയുടെ വീട്ടുകാർ പുറത്തുവിട്ടിട്ടുണ്ട്. வெங்காரம் 1/2 கிராம் எடுத்துக்கணும். தேன் 1 ஸ்பூன்ல 2 ஸ்பூன் எடுத்துக்கணும். இதில் குழச்சி சாப்பிட்டாங்க அப்படின்னா உஷ்ணா இருக்கிறவர் விழிச்சிருவார். தேன் என்ன பண்ணும்னா இந்த வெங்காரத்தை உடம்புல கூட்டி உஷ்ணத்தை உண்டு பண்ணும். உடம்புல தேவையில்லாத கொழுப்பு, தேவையில்லாத சதை, தேவையில்லாத ஊன், அதாவது ஊழச்சதைன்னு சொல்லுவாங்க, இது எல்லாத்தையும் உருக்கி சிறுநீர் முழுக்க போக வச்சிடும். சிறுநீர் அதிகம் போய் நமக்கு உடம்பு வெளியே ஆரம்பிச்சிடும். பொதுவாக உடல் இழைக்கணும்னு நினைக்கிறவங்க ஃபுல்லா இனிப்பை குறைச்சிக்கோங்க. இனிப்பு சாப்பிடாங்கன்னு சொல்ல, இனிப்பு வழக்கமாக சாப்பிடும், அளவை குறைச்சிக்கோங்க. இனிப்பை குறைச்சி இந்த மருந்தை சாப்பிட்டோம்னு வச்சுக்கோங்களேன், மலன்னு வெயிட் குறைச்சிடும். ഈ വീഡിയോ കണ്ടാണ് ആ പെൺകുട്ടി ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി വെങ്കാരം തേടിപ്പോകുന്നത്. മരുന്ന് കഴിച്ചതിന് പിന്നാലെ ഛർദിയും വയറ്റിളക്കവും തുടങ്ങുകയാണ്. വീട്ടുകാർ അവളെ മുനിച്ചാലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. അവിടെ ചികിത്സ തേടി വീട്ടിലേക്ക് തന്നെ മടങ്ങി. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ആരോഗ്യനില വീണ്ടും മോശമായി. അങ്ങനെ മധുരയിലെ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇത്തരമൊരു സംഭവം പുറത്തേക്ക് വന്നത്. സോഷ്യൽ മീഡിയ ഉപദേശങ്ങൾക്ക് പിന്നാലെ പോവല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്ന ഒരച്ഛനെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ஆஸ்பத்திரி செத்தா ஒன்று இறந்து போச்சு. இனிமேல் யாரும் ஈடுக்க பார்த்து தயவு செய்து எடுக்காதீங்க. என்ன மாதிரி பெற்றோருக்கு இனிமேல் யாருக்கு நிலம வரக்கூடாது. സ്വന്തം മകളെ നഷ്ടമായതിൻ്റെ വേദനയിലാണ് ആ അച്ഛൻ വിതുമ്പുന്നത്. നമ്മളുടെ മുന്നിൽ ഒരു മൊബൈൽ ഫോണിൽ എത്ര വീഡിയോകളാണ് ദിനം പ്രതി നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തു വരുന്നത്. അതിൽ ഭൂരിഭാഗവും ഒതൻറ്റിക് ആകണമെന്നില്ല, വിശ്വാസ്യത ഉള്ളത് ആകണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി വേണം ഓരോന്ന് ചെയ്യാനെന്നുള്ളതിൻ്റെ പാഠമാണ് കലയരസി. എന്താണെങ്കിലും അവസാന നിമിഷങ്ങളിൽ അവൾ സ്വന്തം അച്ഛനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അവൾ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവൻ രക്ഷിക്കണേ എന്ന്. എന്നാൽ ആ പ്രാർത്ഥനകളും പ്രതീക്ഷകളും എല്ലാം അസ്ഥാനത്തായി. പെൺകുട്ടിയുടെ മരണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം പൊന്നല്ല എന്ന് ഓർത്തുകൊള്ളുക. ക്ഷേത്രത്തിൽ വളർത്തുനായുമായി എത്തി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക.
അത് പിന്തിരിപ്പിക്കാനെത്തിയ പോലീസുകാർക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റുക. ഇതൊക്കെ സംഭവിച്ചത് ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലൊന്നുമല്ല, നമ്മുടെ കേരളത്തിലാണ്. പത്തനാപുരം പിടവൂർ, അവിടെ പുത്തൻകാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ്. ദേവൻ എന്ന സജീവ്, അയാളാണ് ക്ഷേത്രവളപ്പിലെത്തി ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. തിങ്കളാഴ്ച രാത്രി ഏതാണ്ട് 12 മണിയോട് കൂടിയായിരുന്നു സംഭവം. ഈ അന്നദാനം നടത്തുന്ന അതിൻ്റെ പാചകപ്പുരയിലേക്ക് നായയുമായി, തൻ്റെ വളർത്തു നായയുമായാണ് ഇയാൾ എത്തിയത്. അങ്ങനെ അവിടെ ആകെ അങ്കലാപ്പായി. ഈ ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ സ്ഥലത്തെത്തുകയാണ്. പത്തനാപുരം പോലീസ് അതിലിടപെട്ട് ഇയാളെ പറഞ്ഞയച്ചു. പക്ഷേ പോലീസ് പോയതിന് പിന്നാലെ ഇയാൾ വീണ്ടും ആ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. സജീവൻ, അയാൾ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശിവാനന്ദൻ എന്ന ആളുടെ വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തു. തീർന്നില്ല അരിശം, പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസിനെ വീണ്ടും വിളിക്കുകയാണ് ക്ഷേത്രം ഭാരവാഹികൾ. ഉടൻ തന്നെ പോലീസ് വാഹനം തിരിച്ചെത്തി. ഈ പോലീസ് വാഹനം ക്ഷേത്ര പരിസരത്തേക്ക് എത്തിയതും ഈ സജീവൻ, ഇയാളൊരു ജീപ്പിലാണ് വന്നത്. അയാൾ ഉപയോഗിച്ച ജീപ്പ്, അയാൾ ഓടിച്ചിരുന്ന ആ ജീപ്പ് കൊണ്ട് പോലീസ് വാഹനത്തെ ഇടിച്ച് തെറിപ്പിക്കാൻ നോക്കുകയായിരുന്നു. അത് ഒരു വട്ടം മാത്രമല്ല, 2-3 വട്ടം അയാൾ പോലീസ് ജീപ്പ് ഇടിച്ചു മറിക്കാൻ ശ്രമം നടത്തി. കാണാം. ആ പോലീസുകാർ ജീപ്പിലുണ്ടായിരുന്നു. ആ ജീപ്പിൽ നിന്ന് ആ പോലീസുകാർ ഇറങ്ങി ഓടിയതിനാൽ തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. എന്താണെങ്കിലും ഈ വലിയ ഭീകരാന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ച് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് വാഹനം ഏതാണ്ട് തകർന്ന നിലയിലാണ്, ഒരു വശം മുഴുവൻ. പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ അനീഷിന് ആ ഇടിയുടെ ആഘാതത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. അനീഷ് പറയും അന്ന് സംഭവിച്ചത്. ഇവൻ മേളിൽ പാർക്ക് ചെയ്തിരുന്ന ദേവൻ എന്ന് പറയുന്ന അൽസേഷൻ നായകമായിട്ടുള്ള ഈ വാഹനം ഓടിച്ച് വന്ന് നമ്മുടെ വാഹനത്തിലേക്ക് ഇടിച്ച് തെറിപ്പിച്ച് നമ്മുടെ വാഹനം കറങ്ങി തിരിഞ്ഞു ഓഫായി നിൽക്കുന്ന സമയത്ത് വണ്ടി അമിത വേഗതയിൽ വീണ്ടും 2 പ്രാവശ്യം കൂടി ഇടിച്ച് വാഹനം മറിക്കുന്നതിനായിട്ട് ശ്രമിക്കുകയും ഇവൻ്റെ വണ്ടി പുറകോട്ട് പോയ സമയത്ത് നമ്മൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറി. അതിനുശേഷവും ഇവൻ കൊലവിളിയുമായി വീണ്ടും ക്ഷേത്ര ഗ്രൗണ്ടിലൂടെ നമ്മുടെ ഇടയിലൂടെ വണ്ടി ഓടിച്ച് നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്ന രീതിയിൽ ശ്രമിച്ചുകൊണ്ട് വാഹനം അമിത വേഗത്തിൽ ഓടിച്ച് പിടവൂർ ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയാണ്. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, വണ്ടിയും പുള്ളിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾക്ക് അയാൾ അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ പറ്റി പോലീസ് പറയുമ്പോൾ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും പറയുന്നുണ്ട്. നേരത്തെയും പോലീസിനെ ആക്രമിച്ച ഒരു കേസുണ്ട് ഇയാൾക്കെതിരെ, സജീവനെതിരെ. പോലീസ് ഓഫീസർമാരെ പണ്ട് മണ്ണ് കടത്തിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് മണ്ണ് പോലീസ് വാഹനത്തിലേക്ക് തട്ടി നാശനഷ്ടം ഉണ്ടാക്കി രക്ഷപ്പെട്ട വ്യക്തിയും പിന്നെ നമ്മുടെ KD ലിസ്റ്റിലുള്ള ആളുകൂടിയാണ് ഈ വ്യക്തി. അപ്പോൾ ഇയാൾ ആദ്യമായിട്ടല്ല പോലീസിന് നേരെ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രമാത്രം ധൈര്യം അയാൾക്ക് വന്നതും. അതും 3 തവണ പോലീസ് ജീപ്പൊക്കെ ഇടിച്ച് തകർക്കാൻ ശ്രമിക്കുന്ന അയാളുടെ ക്രിമിനൽ വാസന ആലോചിച്ച് നോക്കൂ. എന്താണെങ്കിലും ഫോറൻസിക് സംഘം എത്തി തെളിവൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. കണ്ടുനിന്ന ആളുകൾ ഫോണിൽ ഇങ്ങനെ വീഡിയോ ചിത്രീകരിച്ചു. ആ വീഡിയോകളൊക്കെ ശേഖരിക്കുകയാണ് പോലീസ് ഇപ്പോൾ.
മുൻപും പോലീസിനെ ആക്രമിച്ചടക്കം അങ്ങനെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള സജീവനായിട്ടുള്ള അന്വേഷണം ഊർജിതമാണ്. ക്ഷേത്ര പരിസരത്ത് ആദ്യം നായയെ കൊണ്ടുവന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, അതിനുശേഷം പോലീസ് ജീപ്പ് ഇടിച്ച് പോലീസുകാരെ അപായപ്പെടുത്താൻ ശ്രമിക്കുക. സജീവനായി അന്വേഷണം തുടരും. കൂടുതൽ സമയം ജോലി ചെയ്യിപ്പിച്ച മേലുദ്യോഗസ്ഥയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. മധുരയിൽ LIC ജനറൽ മാനേജരെ കൊന്നത് സഹപ്രവർത്തകൻ. മധുരയിലെ LIC ഓഫീസ്, അവിടെ തീപിടുത്തത്തിൽ സീനിയർ ജനറൽ മാനേജർ മരിച്ചത് അത് സഹപ്രവർത്തകന്റെ ആസൂത്രണമാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. സംഭവം നടന്നത് 1 മാസം മുമ്പാണ്. ഈ സമയത്താണ് പോലീസ് അതൊരു കൊലപാതകമായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ഡിസംബർ 17-ാം തീയതി രാത്രിയാണ് മധുര റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ LIC കെട്ടിടത്തിന്റെ 2ാമത്തെ നിലയിൽ ഒരു തീപിടുത്തമുണ്ടാവുന്നത്. ആ അപകടത്തിൽ സീനിയർ ജനറൽ മാനേജറായിട്ടുള്ള കല്യാണി നമ്പി അവർ മരിച്ചു. 56 വയസ്സായിരുന്നു ആ സ്ത്രീയുടെ പ്രായം. സഹപ്രവർത്തകനായിട്ടുള്ള റാം എന്നയാൾ, അയാൾക്കും ഗുരുതരമായി പൊള്ളലേറ്റു. ഈ കല്യാണി നമ്പിയെ അവരുടെ ക്യാബിനുള്ളിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു ഇയാൾ. പോളിസി ഉടമകൾക്കുള്ള മരണാനന്തര നഷ്ടപരിഹാരം അത് തീർപ്പാക്കുന്നതിനെ ചൊല്ലി ഒരു തർക്കം നിലനിന്നിരുന്നു. ആ തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയത്. ഏതാണ്ട് 40-ലധികം ഫയലുകൾ ഈ പറയുന്ന റാം വളരെ കാലമായി തീർപ്പാക്കാതെ വെച്ച് താമസിപ്പിച്ചിരുന്നു. ഇൻഷുറൻസ് ഏജന്റുമാർ ഉൾപ്പെടെ പരാതിയുമായി രംഗത്തെത്തി. ഇത് സമയബന്ധിതമായി എല്ലാ ഫയലുകളും തീർപ്പാക്കണമെന്ന് അങ്ങനെ ഈ സീനിയർ ജനറൽ മാനേജറായിട്ടുള്ള കല്യാണി സഹപ്രവർത്തകനായിട്ടുള്ള റാമിനോട് കർശന നിർദ്ദേശം നൽകുകയാണ്. ഇതേ തുടർന്ന് റാമൻ എന്ത് സംഭവിച്ചു? എല്ലാ ദിവസവും കൂടുതൽ മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യേണ്ടി വന്നു. അയാൾ ക്ലെയിം ഫയലുകൾ നശിപ്പിക്കാൻ അത്തരത്തിലാണ് പദ്ധതിയിടുന്നത്. അങ്ങനെ ഡിസംബർ 17-ാം തീയതി രാത്രി മറ്റ് ജീവനക്കാരൊന്നുമില്ലാത്ത സമയത്ത് ഈ കല്യാണി എന്ന മേലുദ്യോഗസ്ഥരുടെ മുറിയിലെ ഫയലുകൾ റാം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. അതിനുശേഷം അവർ ഇരുന്ന ആ ചേംബർ പുറത്തുനിന്ന് പൂട്ടി. ഉള്ളിൽ കുടുങ്ങിയ കല്യാണി പൊള്ളലേറ്റ് അതിദാരുണമായി മരിക്കുകയായിരുന്നു. ഈ ഫയലുകളിൽ പെട്രോൾ ഒഴിച്ചപ്പോൾ റാമിന്റെ ദേഹത്തേക്കും പെട്രോൾ വീണു. അങ്ങനെ ആ തീ കൊളുത്തുന്ന സമയത്ത് അയാളുടെ ശരീരത്തിലും പൊള്ളലേറ്റു. അങ്ങനെയാണ് ചികിത്സ തേടേണ്ടി വന്നത്. ഇതൊരു സാധാരണ തീപിടുത്തം മാത്രമെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. പക്ഷേ മുഖംമൂടി ധരിച്ച ഒരാൾ ഈ കല്യാണി നമ്പിയുടെ ആഭരണങ്ങൾ കവർന്നെടുത്ത് തീ കൊളുത്തി. അങ്ങനെ ഒരു കഥ ഈ റാം കെട്ടിച്ചമച്ചു. അവിടെയാണ് പോലീസിന് സംശയം തോന്നുന്നത്. അങ്ങനെ അന്വേഷണം റാമിലേക്ക് കൂടുതൽ കേന്ദ്രീകരിച്ചു. ഇയാൾക്കെതിരെ പോലീസ് ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചു. ഈ പൊള്ളലിന്റെ ചികിത്സയിലാണ് ഇപ്പോഴും അയാൾ. എന്താണെങ്കിലും റാമിനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തു. സർക്കാർ രാജാജി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള ഒരു കൊലപാതകം, ആരെയും അമ്പരപ്പിച്ചു. ആ കൊലപാതകം അതൊരു തീപിടുത്തം മാത്രമായിരുന്നില്ല, അതൊരു ആസൂത്രിത കൊലയായിരുന്നു എന്ന്. നാട്ടുകാർക്ക് മുന്നിലിട്ട് സ്വന്തം അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ മകൻ. ഈ കൊടും ക്രൂരത കണ്ടിട്ടും തടയാൻ കഴിയാതെ കാഴ്ചക്കാരായി മാത്രം നാട്ടുകാർ.
ഉത്തർപ്രദേശിലെ ധോൽപൂർ ജില്ലയിലെ ചമ്പൽ നദിയുടെ തീരത്തുള്ള ബസായി ഖ്യാരാം എന്ന ഗ്രാമം രാജഗേദ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത്. ആ ഗ്രാമത്തിൽ അതിരാവിലെ ഒരു കൊലപാതകം നടക്കുകയാണ്. അതങ്ങനെ വെറുമൊരു കൊലപാതകമെന്ന് പറഞ്ഞാൽ പോരാ, അതിക്രൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ്. സ്വന്തം മകന്റെ കൈകൊണ്ട് ഒരമ്മ കൊല്ലപ്പെടുകയാണ്. ആലോചിച്ച് നോക്കിയാൽ ഒരമ്മയും ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത ഒരു മരണം. ബസായി ഗ്രാമത്തിലെ സോൺ ദേവി എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീയാണ് തൻ്റെ മകൻ സഞ്ജയുടെ കരം കൊണ്ട് അതിക്രൂരമായി മർദ്ദനമേറ്റ് കൊല്ലപ്പെടുന്നത്. ഇഷ്ടികയും കല്ലും ഉപയോഗിച്ച് തുടർച്ചയായി ആക്രമിച്ച് അവശയാക്കിയാണ് ആ മകൻ ആ അമ്മയെ കൊന്നത്. അതിശയിപ്പിക്കുന്ന കാര്യം, ആ അമ്മ ക്രൂരമായി കൊല്ലപ്പെടുന്നത് അവിടുത്തെ നാട്ടുകാർ നേരിൽ കണ്ടു എന്നുള്ളതാണ്. അവർക്ക് കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമാണ് കഴിഞ്ഞത്. എന്തുകൊണ്ടാകാം ഒരു കൊലപാതകം കൺമുന്നിൽ നടന്നിട്ടും ഒരു നാട് മുഴുവൻ അത് നോക്കി നിൽക്കുക മാത്രം ചെയ്തത്? എന്തുകൊണ്ടായിരിക്കാം മകനെ ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും ആരും തയ്യാറാകാതെ വന്നത്? പോലീസ് പറയുന്നത് രാവിലെ 6:00 ഈ സംഭവം ആ ഗ്രാമത്തിൽ നടക്കുന്നത്. മാരകമായി പരിക്കേറ്റാണ് സോനം ദേവിയുടെ മരണം. ആ മരണത്തിൽ എല്ലാവരും കാഴ്ചക്കാരെ നിന്നു. അതിനൊരു കാരണമുണ്ട്, പോലീസ് പറയും. तो उनके ही लड़के संजय ने, जो झगड़ालू प्रवृत्ति का है और थोड़ा नशे का इस तरह का आदी है, जुआ वगैरह का, उसने किसी बात को लेकर के झगड़ा किया। झगड़े में अपनी ही माँ के सिर पर ईंटों से बार चोट मारी, जिससे उसकी मौके पर ही मौत हो गई। आसपास के ग्रामीणों से हमने बातचीत की, आस पड़ोस वालों से बातचीत की, तो कोई बताने को तैयार नहीं हुआ। और उसके बाद अपने सूत्रों से पता लगाया तो मालूम चला कि महिला दूसरे घर पर रहती है, जो उस बच्चे की वजह से यहाँ उससे आई थी। तो उसने आते ही सुबह ही झगड़ा कर दिया और झगड़े में ये घटना कारित कर दी। 2 വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ മറ്റു ചില തർക്കങ്ങളെ തുടർന്നാണ് ആ അമ്മ രാവിലെ മകനെ തേടിയെത്തുന്നത്. പ്രതിയായ സഞ്ജയ് സോനം ദേവിയുടെ ഇളയ മകനാണ്. സഞ്ജയ് ഒരു മാനസിക രോഗിയാണ് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. കഴിഞ്ഞ 2 വർഷത്തോളമായി മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇയാൾ ചികിത്സയിലായിരുന്നു. ഈ ഗ്രാമത്തിൽ വഴക്കുണ്ടാക്കുന്ന സ്വഭാവത്തിന് പേരുകെട്ട ആളാണ് സഞ്ജയ് എന്നാണ് പോലീസ് പറയുന്നത്. ആ ഭയം തന്നെയാകാം ആ ഗ്രാമവാസികളെ ഇത്തരത്തിൽ കാഴ്ചക്കാരാക്കി മാത്രം മാറ്റിയത്. ഏതായാലും സഞ്ജയെ ഇങ്ങനെയൊരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. അന്വേഷണത്തിൻ്റെയും മെഡിക്കൽ റിപ്പോർട്ടുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും ഇളയ മകൻ ആ അമ്മയുടെ ഘാതകനായി ഇഷ്ടിക കൊണ്ടും കല്ലുകൊണ്ടും അതിക്രൂരമായിട്ടുള്ള കൊലപാതകം. ഏക്കർ കണക്കിന് കഞ്ചാവ് തോട്ടം, ലക്ഷക്കണക്കിന് കഞ്ചാവ് ചെടികൾ, അത് ഒരു വലിയ ഓപ്പറേഷനിലൂടെയാണ് പോലീസ് നശിപ്പിക്കുന്നത്. കാണാം ആ ദൃശ്യങ്ങൾ ഇടവേളയ്ക്ക് ശേഷം. വൻ കഞ്ചാവ് തോട്ടം നശിപ്പിച്ച് പോലീസ്. എതിർത്ത കർഷകരെ പിന്തിരിപ്പിച്ചത് ആകാശത്തേക്ക് വെടിയുതിർത്ത്. പശ്ചിമ ത്രിപുരയിലെ മോഹൻപൂരിലാണ് ആ കണ്ട കാഴ്ചകൾ. നൊഗാവ് പ്രദേശത്ത് അനധികൃത കഞ്ചാവ് കൃഷി ഉള്ള വിവരം പോലീസ് ലഭിക്കുകയാണ്. അങ്ങനെ അത് നശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർ. പ്രാദേശികമായ വലിയ എതിർപ്പിന് സാധ്യതയുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. ഏതാണ്ട് 1 കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവ് ചെടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതായത് 1 ലക്ഷത്തിലധികം കഞ്ചാവ് ചെടികൾ. ഏകദേശം 40 പ്ലോട്ടുകളിലായി അതിങ്ങനെ വിസ്തരിച്ച് കിടക്കുകയാണ്. വൻ ഓപ്പറേഷനിലാണ് ആ ചെടികൾ പിഴുതെറിഞ്ഞ് നശിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിലായിരുന്നു ഈ മുഴുവൻ കൃഷിയും. അതുകൊണ്ട് തന്നെ ആരുടെ സ്ഥലമെന്നില്ല, മൊത്തം അനധികൃത കൃഷിയിടമാണ്. അതിരാവിലെ ഏതാണ്ട് 4:30 ആരംഭിച്ചു ആ ഓപ്പറേഷൻ.
അത് 3 മണിക്കൂറിലേറെ നീണ്ടുനിന്നു. CRPF ഉൾപ്പെടെ പങ്കെടുത്ത ഓപ്പറേഷനെന്ന ഷിദായ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മാംനുല്ല കാസി. In the early morning, from 4:30 a.m. to 7:30 a.m., a special ganja plant destruction operation carried out in the location of Noagaon to Urabari area under Shidai police station. The operation was carried out in 35 to 40 plots, and in this operation, approx 1.25 lakhs semi-mature and mature ganja plants have been destructed there. In the whole procedure, in the whole operation, our additional SP Rural, SDPO Mohanpur, OC Shidai police station, OC Sundar Tila OP, other police and TSR personnel, CRPF 104 band CRPF, and other forest officials attended here with us. And in the whole operation, the destructed ganja plants are of value total 1 crore rupees. ഈ ഓപ്പറേഷൻ നിയന്ത്രിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരും ആ സ്ഥലത്തുണ്ടായിരുന്നു. പ്രാദേശിക കഞ്ചാവ് കർഷകരിൽ നിന്ന് വലിയ ചെറുത്തുനിൽപ്പുണ്ടായി ഈ ഓപ്പറേഷനെതിരെ. സംഘർഷഭരിതമായിരുന്നു സാഹചര്യം. നിയന്ത്രണ വിധേയമാക്കാനും ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനും ഒടുവിൽ പോലീസിന് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു. വെടിയുതിർത്തതോടുകൂടി ആ കഞ്ചാവ് കർഷകർ പ്രതിഷേധത്തിൽ നിന്നും കലാപത്തിൽ നിന്നും പിന്മാറി. അങ്ങനെയാണ് ഒരു വലിയ കഞ്ചാവ് തോട്ടം ആ പോലീസ് സംഘം ഇല്ലാതാക്കിയത്. അവരുടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം 20-ാം മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.